പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മദേഴ്സ് ചാരിറ്റി സ്നേഹമായി കടന്നു ചെന്നിരിക്കുന്നത് ചാലക്കുടിയിലുള്ള ഇമ്മാനുവൽ കൃപ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോമിലേക്കാണ്. അവിടെ നമ്മുടെ അമ്മമാരെ പോലെ ആരുമില്ലാത്ത കുറച്ച് അമ്മമാരും അത് വഴിയരികിൽ നിന്ന് കിട്ടിയതും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് കൊണ്ടുപോകാൻ റിലേഷൻസ് വരാത്തവരും ആയിട്ടുള്ള കുറച്ച് അമ്മമാരെ അവിടെ ജാൻസി എന്ന് പറഞ്ഞൊരു സിസ്റ്ററിൻ്റെ അധീനതയിലാണ് അവിടെ നോക്കുന്നത്, പരിപാലിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. വളരെ ഭംഗിയായ രീതിയിലാണ് അവർ നോക്കുന്നതെന്ന് നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ തലേ ദിവസം 24-ാം തീയതിയാണ് അവിടെ പോയത്. പോകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട വത്സ ചേച്ചിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ക്രിസ്മസിന്. അതുപോലെ തന്നെ നമ്മുടെ ചാരിറ്റിയിലേക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന രാജു സേവ്യറിൻ്റെ വൈഫിൻ്റെയും കൂടിയും ബർത്ത്ഡേ ആയിരുന്നു ഈ ദിനങ്ങളിൽ. അങ്ങനെ ആ ബർത്ത്ഡേയുടെ ഒരു സ്നേഹം പങ്കുവയ്ക്കാനായിട്ടാണ് നമ്മുടെ ചങ്സായ കുറ്റിപ്പുഴയിലുള്ള വേണു, മനോജ്, ഷീബ, പ്രമീളയുടെ മകൻ, അതുപോലെ തന്നെ ടെജി, എല്ലാവരും തിരക്കുള്ളവരാണ്. എന്നാലും ആ തിരക്കിൽ നിന്നൊക്കെ അല്പസമയം മാറ്റിവെച്ചിട്ട് ഈ ഒരു നല്ല പുണ്യ കാര്യത്തിനായിട്ട് അവിടേക്ക് കടന്നു ചെയ്യുന്നത്. അങ്ങനെ അവിടെ കേക്ക് മുറിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും ഒക്കെ അവർക്കൊരു ഭാഗ്യമുണ്ടായി. അവിടുത്തെ സിസ്റ്റർ നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ചാനൽ കാണുന്നവർ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കണം. അതോടൊപ്പം മദേഴ്സ് ചാരിറ്റിയും നമ്മൾ ട്രൈ ചെയ്യുന്നു എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ആ ഭവനത്തിലേക്ക് ചെയ്തു കൊടുക്കണമെന്ന്, അവിടുത്തെ അമ്മമാരെയൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. दीर्घायुष നൽകി ദീർഘായുസ് നൽകി ദീർഘായുസ് ഇതിപ്പോ നമ്മുടെ സ്വന്തമാണ്. പക്ഷെ ഇതിന്റെ ആധാർ ഫെഡറൽ ബാങ്കിലാണ്. 1,25,00,000 രൂപ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. എൻ്റെ പേര് ജാൻസി, എൻ്റെ വീട് അങ്കമാലി. നമ്മൾ കൊടകരയിൽ ഈ സ്ഥാപനം ആരംഭിച്ച കൊടകരയിലാണ്. സ്ഥാപനം തുടങ്ങിയിട്ട് 27 വർഷം 5 മാസമായി. തെരുവിൽ അല്ലെങ്കിൽ മാനസിക രോഗികളായ മക്കളെ നമ്മൾ നോക്കുന്നത്. പോലീസുകാർ രാത്രി കാലങ്ങളിൽ കടകൾ അടയ്ക്കുമ്പോൾ ബസ് സ്റ്റോപ്പ് കഴിയുമ്പോഴൊക്കെ പോലീസുകാർ കണ്ടെത്തി അങ്ങനെ കൊണ്ടുവരുന്നതാണ്. കൊടുങ്ങല്ലൂർ, മാള, ചാലക്കുടി, കൊരട്ടി, പുതുക്കാട്, അമ്പലൂർ, അങ്ങനെ പല സ്ഥലത്തു നിന്നാണ്. പിന്നെ ആശുപത്രികളിൽ ഉപേക്ഷിക്കപ്പെട്ട വാർഡുകളിൽ ആരുമില്ലാതെ കിടക്കുമ്പോൾ പോലീസുകാർ അതുപോലെ സൂപ്രണ്ടൊക്കെ വിളിച്ച് തരുന്ന, അങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ തൃശ്ശൂർ മെൻ്റൽ ആശുപത്രി, കോഴിക്കോട് മെൻ്റൽ ആശുപത്രി റൂട്ടിൽ നിന്നും പോലീസ് കോടതി മുഖാന്തരം അവിടെ ആക്കുന്ന മക്കൾ, അങ്ങനെ 260ഓളം മക്കളെ നമ്മൾ ഈ 27 വർഷത്തിനുള്ള വീടുകളിലാക്കിയിട്ടുണ്ട്. പല സംസ്ഥാനക്കാരെ 40 പേര് നമ്മുടെ ആശ്രമത്തിൽ കിടന്ന് മരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈ സ്ഥാപനം കൊടകരയിൽ നമുക്ക് താമസയോഗ്യമല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ മക്കളുടെ സ്വഭാവം, ജീവിത രീതിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് നയം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിൽ നമ്മളിപ്പോൾ ചാലക്കുടിയിൽ, നോർത്ത് ചാലക്കുടി അവിടെ 1,52,00,000 രൂപ ഇത് ലോണിൽ കിടന്ന ഒരു ബിൽഡിങ്, അത് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന ആളുടെ ബിൽഡിങ് 1,52,00,000 രൂപ ലോൺ എടുത്ത്, ആളുടെ ലോൺ അടച്ച് നമുക്ക് ലോണാക്കി ഫെഡറൽ ബാങ്കിൽ നമ്മൾ ലോൺ എടുത്തേക്കുന്നത്.
1,62,000 രൂപ ഒരു മാസം ലോൺ അടയ്ക്കണം, 75,000 രൂപ ശമ്പളം, അനുദിന ചിലവുകൾ. ഞങ്ങൾക്കിപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അടുക്കളയില്ല, ഒരു ഷെഡാണ്, ഷെഡിന് അടച്ചുറപ്പൊന്നുമില്ല. പിന്നെ ഈ 38 പേരൊക്കെ ഉണ്ട്, ആ 38 പേർക്ക് 2 ബാത്റൂമുള്ളൂ. ആ ബാത്റൂമിൽ 38 പേര് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവർ കുളിപ്പിക്കാൻ കുളിമുറിയില്ല. അങ്ങനെ പല സൗകര്യക്കുറവിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം യാചിക്കുകയാണ്. നമുക്ക് എന്തായിരുന്നാലും ഈ അടുത്ത വരുന്ന ദിവസങ്ങളിൽ ബാത്റൂം പണിയേണ്ട ഏറ്റവും വലിയ അത്യാവശ്യത്തിലാണ്. അതുകൊണ്ട് ഞങ്ങളെ മക്കളെ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലേ, അപ്പം UK-ലെല്ലാം മദർ ചാരിറ്റി, നമ്മുടെ എൽസി ചേച്ചി, വത്സ ചേച്ചി, ലിസി ചേച്ചി, നിങ്ങളുടെയൊക്കെ ഒരു സഹായത്തോടു കൂടിയൊക്കെ വേണിച്ചേട്ടനായിരുന്നു നിങ്ങൾ പരിചയപ്പെടുത്തി തന്നത്. അപ്പം അതിനാൽ നമുക്ക് പല സഹായങ്ങളും വേണിച്ചേട്ടൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി തുടർന്ന് ഞങ്ങൾ സഹായം അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഈ ചാരിറ്റിയിൽ ഈ ഇമ്മാനുവൽ കുടുംബത്തെ ഏറ്റെടുത്തതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മളൊരു കുടുംബമായിട്ട് തന്നെയാണ് മുന്നോട്ട് മുന്നോട്ട് പോകണം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഈ ഇങ്ങനെ സ്ഥാപനം തുടങ്ങാൻ സിസ്റ്ററിനൊക്കെ പ്രേരിപ്പിച്ച ഘടകം എന്താണാവോ? അതുണ്ട്, ഇന്നൊന്നും പറഞ്ഞാൽ തീരില്ല. അത് ഞാൻ 10 മക്കളുടെ വീട്ടിലെ ഒരംഗമാണ്. ഞങ്ങൾ 6 ആണും 4 പെണ്ണും. എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും ഒക്കെ ഉള്ളവരായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ചെറുപ്പത്തിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യക്കുറവുണ്ടായിരുന്നു. ഹാർട്ടിൻ്റെ അസുഖമുണ്ട്. അങ്ങനെ പലവിധ അസുഖങ്ങളിലൂടെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു 10-21 വയസ്സ് വരെ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ 89 പോട്ടാശ്രമത്തിൽ വന്നു. ആശ്രമത്തിൽ വെച്ചാണ് എനിക്കിങ്ങനെ ഈ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു കൃപ കിട്ടിയത്. പനക്കലച്ഛൻ്റെ കൂടെ, അച്ഛൻ്റെ കൂടെ കുറേ കാലം ശുശ്രൂഷ ചെയ്തതിന് ശേഷം പല സ്ഥാപനങ്ങൾ ശുശ്രൂഷ ചെയ്യാനിടയായി. ഒരു സ്ഥാപനം തുടങ്ങാൻ ആഗ്രഹം ഉണ്ടാകും. എൻ്റെ ഭാവി എന്തായിരിക്കും? ഇതൊരു സിസ്റ്റാവാനോ ഒരു കല്യാണം കഴിക്കാനോ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഭാവി എന്തായിരിക്കും? അങ്ങനെ ദൈവം തന്നൊരു വിളിയാണ് ആരോഗ്യമില്ലാത്ത ഈ മാനസികമുള്ള മക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു ഈ ശുശ്രൂഷയാലൊരു കൃപ ദൈവം തന്നു. ആ ദൈവകൃപയാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണം. ആ ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം കാലം അവരോട് കൂടി ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ അടുത്ത കാലത്താണ് ഇവർ ഓടിപ്പോകാത്തൊരു സാധ്യത. നമുക്ക് മതിലും കയറ്റമൊക്കെ ഉണ്ടായത്. അതിന് മുൻപ് ഒരു 10 സെൻറ്റ് സ്ഥലത്ത് ചെറിയ സ്ഥാപനമായിരിക്കുമ്പോൾ ഒരു പാടത്തിൻ്റെ പ്രദേശമായതുകൊണ്ട് എപ്പോഴും ഇതിലിറങ്ങിപ്പോവാം. അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇറങ്ങിപ്പോയി പല ബുദ്ധിമുട്ടിലേക്ക് നാട്ടുകാരിൽ നിന്നുണ്ടാകുന്ന പോലീസുകാരും ഒക്കെ ഇറങ്ങിപ്പോകുമ്പോൾ അവരങ്ങനെ എന്തെങ്കിലും ഇറങ്ങിപ്പോകണമെന്ന് അവർ നന്നായി നോക്കണ്ടേ. കെട്ടുറപ്പ് വേണ്ടപ്പോൾ അതിന് സാധ്യത നമുക്കില്ലല്ലോ. നമ്മൾ പൈസ മേടിച്ചിട്ട് നോക്കണതല്ല, തെരുവിൽ കിടക്കുന്ന മക്കൾ. അപ്പോൾ പലരുടെ സഹായത്താൽ കാരണം നമുക്കിത് മുന്നോട്ട് പോകേണ്ട. ഗ്രാൻഡോ പെൻഷൻ മറ്റ് വിദേശ സഹായങ്ങളൊന്നും നമുക്കില്ല. അങ്ങനെ ഓരോ ആളുകളെ കണ്ടെത്തി അവരിൽ നിന്ന് കിട്ടുന്നതനുസരിച്ചാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ സാമൂഹ്യ നിരൂപിൻ്റെ അന്വേഷണങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാം കറക്റ്റായിരിക്കണം. ഇവരെ മരുന്നിൻ്റെ കാര്യങ്ങൾ, രജിസ്ട്രേഷൻ്റെ, അതുപോലെ ചോദിക്കാൻ ബുക്കുകൾ, കാര്യങ്ങൾ, ഓരോ കാര്യം പണ്ടുന്നമാർ ചെയ്ത് വയ്ക്കുന്നത്. അതൊക്കെ അതിനെ കറക്റ്റിൽ ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്, ഡോക്ടറെ ഉണ്ട്. മറ്റേ ശാരീരികമായ രോഗങ്ങൾക്കൊക്കെ ഡോക്ടർ വെച്ചിട്ടുണ്ട്. മാനസിക രോഗത്തിന് തൃശ്ശൂർ പടിഞ്ഞാറക്കോട്ട മെല്ലാശുപത്രിയിൽ എല്ലാവരും എല്ലാ മാസവും കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവരുടെ നേഴ്സുണ്ട്, അക്കൗണ്ടൻ്റ് ഉണ്ട്, അടുക്കളയിലേക്ക് 4 പേരുണ്ട്, ഡ്രൈവറുണ്ട്, അങ്ങനെ 4 ശുശ്രൂഷകരുണ്ട്. സിസ്റ്റർ, ഇപ്പോൾ ഈ സ്ഥാപനം നടത്തുമ്പോൾ ആരൊക്കെ സിസ്റ്ററിൻ്റെ കൂടെ ഒപ്പം ഉണ്ട്? ഇത് കൊണ്ട് നടക്കാനായിട്ട് ആരൊക്കെ ഉണ്ട് ഈ സ്ഥാപനം നടത്തുമ്പോഴേ? ഈ സ്ഥാപനത്തിൽ ട്രസ്റ്റാണ്. ട്രസ്റ്റിൽ 3 പേരുണ്ട്. അവർ 3 പേരും പുറത്ത് ഇങ്ങനെ സുവിശേഷ വേല ചെയ്യുന്ന ആളുകളാണ്. പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് കുര്യൻ സാറ്. ഒരു 13 വർഷമായിട്ട് കുര്യൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. കുര്യൻ സാറിൻ്റെ വലിയ സഹായങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒരു 75 ലക്ഷത്തോളം കുര്യൻ സാറ് കൊടകര ആയിരിക്കുമ്പോൾ തന്ന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ സ്ഥാപനം എടുക്കാനായിട്ട് നമുക്ക് ലോൺ കിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ കുര്യൻ സാറായിട്ട് സംസാരിച്ച്, സാറിന് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ മാറി താമസിക്കുന്ന കാര്യം. സാറായിട്ട് സംസാരിച്ച് സാറിന് ഫെഡറൽ ബാങ്കിൽ സാറ് പോയി പറഞ്ഞ് സാറിൻ്റെ ആ
പരിശ്രമമാണ് നമുക്ക് ഇത് കിട്ടാനിടയത്. കാരണം ലോൺ അടച്ച് വീട്ടാനുള്ള സാധ്യത നമുക്ക് കാണിക്കാനില്ല ഇവിടെ. അപ്പോൾ സാറ് പറഞ്ഞിട്ടാണ് നമുക്ക് ലോൺ കിട്ടിയത്. സാറിൻ്റെ സഹായം നമുക്ക് ഇപ്പോൾ ഉണ്ട്. ഇതിപ്പോൾ ഈ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് നമുക്കിപ്പോൾ ഇവരുടെ ഭക്ഷണ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്മളിവിടെ ആളുകൾ വന്ന് ചോദിക്കും, ഞങ്ങളിങ്ങനെ ഒരു ഭക്ഷണം തരട്ടെ, ഭക്ഷണം ഇവിടെ വെക്കാമെന്ന് പറയും. വെക്കാമെന്ന് വെച്ചാൽ ഒരു പ്രായത്തിൻ്റെയും രോഗത്തിൻ്റെയും അനുസരിച്ച് നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ അപ്പോഴാണ് നമുക്ക് ചെറിയൊരു ഫണ്ടൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുക. ആരും ഒരു ഭക്ഷണം കൊടുക്കുന്ന കാര്യം വസ്ത്രം കൊടുക്കുന്ന കാര്യം മാത്രം മനസ്സിൽ പലർക്കും മേടിച്ചു തരാം. നമുക്കിപ്പോൾ ഇത് പൈസ മേടിച്ച് നോക്കാത്ത സ്ഥാപനമായതുകൊണ്ട് നമ്മളൊരു സ്ഥലമോ കെട്ടിടമോ ഒക്കെ ആയിട്ട് ഒരു കൊണ്ടുവന്നതല്ല. അപ്പോൾ അതുകൊണ്ട് കാലാകാലങ്ങളിൽ ഓരോ പണികൾ നടക്കുമ്പോൾ അതിൻ്റെ കാര്യം ശമ്പളം കൊടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ലോൺ അടയ്ക്കേണ്ട കാര്യമുണ്ട്. 1,61,000 ഒരു മാസം ലോൺ അടയ്ക്കുന്നത്, 75,000 രൂപ ശമ്പളം വേണം. ഇത് നമ്മളിങ്ങനെ ഈ മാസം വരെ അടച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പലരുടെ നിന്ന് കൈ നീട്ടി മേടിച്ചിട്ടാണ് നമ്മളിങ്ങനെ. ഇമ്മാനുവൽ കൃപ ട്രസ്റ്റിൽ വന്ന് മദേഴ്സ് ചാരിറ്റിയുടെ ഇന്നത്തെ ദിവസത്തിലെ പരിപാടി പങ്കെടുത്ത് എന്തായാലും മദർ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ടത്, ഇവിടെ 38ഓളം നമ്മുടെ സഹോദരിമാരുണ്ട്. അവരെ നോക്കി നടത്തുകയെന്ന് വെച്ചാൽ തന്നെ വലിയൊരു ബാധ്യത തന്നെയാണ്. മറ്റ് സർക്കാരിൻ്റെ ഒരു സഹായങ്ങളും ഇല്ലാതെ ഇവിടെ അടിസ്ഥാന സൗകര്യത്തിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബാത്റൂം അല്ലെങ്കിൽ കക്കൂസ് ആ സൗകര്യങ്ങളിൽ അടിസ്ഥാന സൗകര്യം കുറവാണ്. ഒരു 4 കക്കൂസിന് പണിയാനുള്ള സൗകര്യം വേണ്ടത്. അതിന് നമുക്ക് മദേഴ്സ് ചാരിറ്റി നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാവുന്ന സഹായം ചെയ്യണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്.